ഞാൻ ഇവളുടെ അടുത്ത് അത്ര ആത്മാർത്ഥതയോടെ നിന്നത്. ഞാൻ എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നുണ്ടായിരുന്നു ഇല്ലേ? നിന്റെ അടുത്തുനിന്ന് ഞാൻ മാറാനുള്ള റീസൺ അല്ല, എല്ലാവരുടെ അടുത്തും ഞാൻ മിങ്കിൾ ആവാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ എല്ലാരും പറയുന്നുണ്ടായിരുന്നു, ആ അനുമോള് ശൈത്യ അനുമോളുടെ പിയെ നീ തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ എന്തെങ്കിലും പാകർന്ന് സംസാരിക്കും. ഞാൻ പ്രതിമേനെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രതിമ നിന്റെ കൂടെ നിൽക്കുമ്പോ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ അത് പറയണം. അപ്പൊ ഇപ്പൊ ഞാനും എവിടെ കൂടെ നടക്കുമ്പോ നമ്മൾ മൂന്നും ഒരു ഗ്രൂപ്പാണ്, എന്തെല്ലാം പറയുന്നുണ്ട്, നമ്മൾ മാറി നടക്കുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കാൻ വന്നു. അപ്പോഴും നീ നിന്റെ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കില്ല. ഞാൻ പറയുന്നത് എന്താന്ന് നീ കേൾക്കുന്നില്ല. ഇപ്പൊ ഇവിടെ എല്ലാവർക്കും ഓരോ കൂട്ടിലാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോ നീ എന്റെ അടുത്ത് വരുന്നില്ല. നീ ഫുൾ അവിടെ പോയി ചിരിച്ച് കളിച്ചിരിക്കുന്നു. നിന്നെ ഞാൻ വിളിക്കുമ്പോ നിന്നെ കണ്ണു കാണിച്ചിട്ട് ഒന്ന് വാങ്ങുന്ന ഒരു ആവശ്യത്തിന് വേണ്ടി വിളിക്കുമ്പോ നീ വരുന്നില്ല. പിന്നെ ഇപ്പൊ നീ ഫുൾ ടൈം ബെഡിന്റെ ഒന്നാമത്തെ സീൻ ബെഡിന്റെ കാര്യം. രാത്രി കിടക്കാൻ നേരം വേണ്ടി മാത്രം നീ ബെഡിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ കിടക്കാൻ വേണ്ടി മാത്രം വന്ന് കിടക്കുന്നു. പിന്നെ ആ ബാക്കിയുള്ള സമയങ്ങളിൽ ഫുള്ള് അവരെ കൂടെ ഇരിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ പുള്ളിക്കാരത്തേക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്നിട്ട് അപ്പോഴാണ് വൈൽഡ് കാർഡ്സ് വന്നത്. അപ്പൊ എല്ലാം കൂടി ഊഹിച്ച് അങ്ങ് എടുത്തു. ഞാൻ നിന്നെ പറ്റി മോശം പറഞ്ഞു, കുറ്റം പറഞ്ഞു. കറക്റ്റ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് എന്നോട് വന്ന് ചോദിക്കുമായിരുന്നു. ഞാൻ ആരുടെ അടുത്ത് പോയിക്കോട്ടെ, ആരുടെ അടുത്ത് പോയിക്കോട്ടെ, എവിടെങ്കിലും പോയിട്ട് ഞാൻ ഇരുന്നോട്ടെ, പക്ഷെ നീ എന്താണ് ഇവരിങ്ങനെ വിളിക്കുന്നത്, നീ എന്നെ പറ്റി കുറ്റം പറഞ്ഞോ, അല്ലെ നീ എന്നെ പറ്റി മോശം പറഞ്ഞോ, അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ നിനക്ക് വന്ന് ചോദിക്കായിരുന്നല്ലോ. നീ ചോദിച്ചോ? ഇല്ല. ആ സമയത്ത് എനിക്കൊന്നും ചോദിക്കാൻ പറ്റിയില്ല. അതല്ലാതെ വേറെ കുറെ പ്രശ്നങ്ങൾ സൈഡിൽ കൂടെ നടക്കുക. എന്ത് പ്രശ്നമായിക്കോട്ടെ, നിന്നെ ഒരു സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തു, എപ്പോഴും നിന്റെ പുറകെ തന്നെയായിരുന്നു നടന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിലുള്ളൊരു സീനുണ്ട്. അയ്യോ, അതായത് ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ സരിയ ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചു. അതായത് നീ വേറൊരു കാര്യം ചോദിക്കട്ടെ, നീ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞ, അപ്പാനിയുടെ അടുത്തും അക്ബാറിന്റെ അടുത്തും സംസാരിക്കണം എന്ന് നീ എന്റെ അടുത്ത് പറയരുതെന്ന് നീ പറഞ്ഞായിരുന്നു. എന്ത് സംസാരിക്കരുതെന്ന്? അവരുടെ അടുത്ത് പോയി മിങ്കിളാവണം അല്ലെങ്കിൽ അവരുടെ അടുത്ത് സ്നേഹത്തോടെ സംസാരിക്കണമെന്ന് നീ ഒരിക്കലും എന്റെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞായിരുന്നു. മനസ്സിലായില്ല. നീ എന്റെ അടുത്ത് അപ്പാനീന്റെ അടുത്തും എന്നോട് മിണ്ടാൻ, നീ മിണ്ടണം എന്നൊന്നും ഇവളോട് എന്നോട് ആവശ്യപ്പെടരുത്, നിന്നോട് ആവശ്യപ്പെടരുതെന്ന് പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ശരീര ചേച്ചി ഞാൻ പറഞ്ഞു പിണങ്ങിയിരിക്കുന്ന ആൾക്കാർ, അതായത് എന്തെങ്കിലും പ്രശ്നത്തില് പിണങ്ങിയിരിക്കുമല്ലോ, വഴക്ക് തെറ്റി, അപ്പൊ അവരോട് മിണ്ടണം പറയരുത്. അതായത് നീ ഇവിടെ ഒന്ന് പറയും, അങ്ങനെ പിണങ്ങിയിരിക്കുന്ന പോയി കള്ള മിണ്ടാക്കെങ്കിൽ മിണ്ട് ഹായ് എന്നൊക്കെ പറഞ്ഞു. ഞാനത് എനിക്കങ്ങനെ അഭിനയിച്ച് നിൽക്കാൻ എനിക്ക് അറിയത്തില്ല. അവിടെ നീ കള്ളം മിണ്ടാക്കാൻ പറഞ്ഞു മിണ്ടാക്ക എന്ന് പറഞ്ഞ ആടെ പിണങ്ങിയിരിക്കേണ്ട ഇഷ്ടം സംസാരിക്കാൻ പറഞ്ഞു. കാര്യം എന്താ വെച്ചാൽ പേഴ്സണൽ ഗ്രഡ്ജ് വെക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമില്ല അവിടെ. അത് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് സരിയ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, നീ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്. കാര്യം എന്താ വെച്ചാൽ എല്ലാവരുടെ അടുത്തും നമ്മൾ മിങ്കിൾ ആവണം. അല്ല ഒരാള് വഴക്കുണ്ടാക്കുന്ന ശരി, പക്ഷേ ഉണ്ടല്ലോ, ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. നീ ഈ സാധനം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അപ്പാനി വന്ന് സംസാരിച്ചപ്പോ നീ സംസാരിക്കുന്നുണ്ട് അവരുമായിട്ട് മിങ്കിളോ. അപ്പൊ ഞാൻ ആരായി? അങ്ങനെയല്ല, അപ്പാനി അടുത്ത് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പാനി ഞാൻ അങ്ങോട്ട് പോവാതിരിക്കോ. അപ്പൊ അന്ന് സംസാരിച്ചപ്പോ എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് ഓക്കെ മിണ്ടാന്ന്. അല്ലാതെ ഞാൻ അങ്ങോട്ടായിട്ട് ഞാൻ പോകത്തില്ല ഒരിക്കലും. ശരി, അത് കഴിഞ്ഞപ്പോ ആ റീസൺ കാരണം ഞാൻ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്, നിന്റെ അടുത്തും വരുന്നുണ്ട്. പക്ഷെ നീ എന്റെ അടുത്ത് പിണക്കം വെക്കോ ഞാൻ ഇവരുടെ അടുത്ത് പോയിരിക്കുന്നതുകൊണ്ട്? ഇരിക്കുന്നതിൽ പ്രശ്നമില്ല. ഇപ്പൊ എക്സാമ്പിൾ അതിലെ നൂറ വീട്, അത് പിന്നത്തെ കാര്യം. കാര്യം എന്താ വെച്ചാൽ ആ ഒരു ടൈമിൽ ഞാൻ മാത്രമേ നിനക്കുണ്ടായിരുന്നുള്ളൂ, ഇവർ രണ്ടുപേരും സംസാരിക്കാനില്ലായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ നീ ഫുൾ ടൈം അവരുടെ കൂടെയാണ് ഇരിക്കുന്നത്. നിന്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നു നീ, പക്ഷെ പിണങ്ങി നടക്കും എന്റെ അടുത്ത്. ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബെഡിന്റെ ആണെങ്കിൽ പോലും നീ എന്റെ രാത്രി ഞാൻ കുളിച്ചിട്ട് വരുമ്പോ നീ ഉറക്കും. അത് നീ ഉറങ്ങുന്ന ടൈമിൽ വേണ്ടി മാത്രം നീ അവിടെ വരുമായിരുന്നു ബെഡില്. അതുകൊണ്ടാണോ നീ ബെഡിന്റെ കാര്യം പറഞ്ഞിട്ട് എന്നെ മാറ്റിയത്? അപ്പൊ അതെനിക്ക് വിഷമാവൂലേ? അപ്പൊ അതെന്തോ അത് മനഃപൂർവ്വമല്ല ചെയ്തേ. ആ ദിവസങ്ങളിൽ നോക്കുമ്പോ നീ എന്റെ അടുത്ത് മിണ്ടാനോ സംസാരിക്കാനോ വരുന്നില്ല. നീ ഉറങ്ങാൻ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചാണ്, ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നുണ്ട്, പക്ഷെ നീ മാറി മാറി പോകുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ വലിയ മൈൻഡ് തന്നില്ല. അത് കഴിഞ്ഞപ്പോ ഞാൻ ഇവരുടെ കൂടെ നിന്ന് സംസാരിക്കുന്നുണ്ട് എന്നും പറഞ്ഞ ഞാൻ നിന്റെ കുറ്റം വന്നിട്ട് ഇവരുടെ അടുത്ത് പറയുമോ? മിണ്ടണ്ടെന്നല്ല ഞാൻ പറയുന്നത്. മുമ്പുണ്ടായിരുന്ന ഒരു എന്താ പറയാ, മുമ്പൊക്കെ എപ്പോഴും മിണ്ടും സംസാരിക്കും, വിളിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാര്യം പറയാനായിട്ട് വിളിക്കുമ്പോൾ വരുമായിരുന്നു. പക്ഷെ നീ ആ കൂട്ടത്തിൽ ഇരുന്നാലും കണ്ണടിച്ചപ്പോൾ നീ വരത്തില്ല.
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇവളുമായിട്ട് ഞാൻ ലാസ്റ്റ് ഒക്കെ കുറെ ആയപ്പോഴാണ് ഞാൻ ഇവരുമായിട്ട് കമ്പനി ആയത്. ആ സമയത്ത് ഞാൻ അവരുടെ അടുത്തും ഇരിക്കുന്നുണ്ട്, നിന്റെ അടുത്തും വന്ന് സംസാരിക്കുന്നുണ്ട്, ഇല്ലേ? നിനക്ക് സംസാരിക്കണം അല്ലെങ്കിൽ നിനക്ക് വിഷമമുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഇവളുടെ അടുത്ത് പോകുന്നുണ്ട്. ആ രീതിയിൽ നീ എന്റെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടില്ല, നീ എന്റെ അടുത്ത് സംസാരിക്കാൻ വന്നിട്ടില്ല. അനുമോളുടെ നിഴലാണെന്നൊക്കെ പറഞ്ഞപ്പോ നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവോ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ നിന്ന് മാറി നടക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. മാറി നടന്നതല്ല, ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ എന്റെ വേറൊരു സൈഡ് നോക്കിയപ്പോ ശരിയാണ്, നിന്റെ അടുത്ത് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ആ ഒരു വീക്ക് ഞാൻ പറയാം, ബിൻസിയൊക്കെ ഔട്ട് ആവുന്നതിന് മുമ്പുള്ള വീക്ക്, അപ്പൊ എല്ലാവരും വേറെ സൈഡിൽ നിൽക്കുന്നു, നമ്മൾ രണ്ടുപേരും മാത്രം വേറെ സൈഡിൽ നിൽക്കുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അപ്പൊ ഞാൻ എല്ലാവരോടും മിങ്കിൾ ആവേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ എല്ലാവരുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ നിനക്കത് ഇഷ്ടമല്ല. ഞാൻ നോക്കിയപ്പോ എന്റെ അടുത്ത് വരുന്നില്ല, അങ്ങനെ എനിക്ക് എപ്പോഴും അങ്ങനെയാണ് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ ബാക്ക് സ്റ്റാബ് ചെയ്തെന്ന അതുകൊണ്ട് അതിലല്ല, അത് വൈൽഡ് കാർഡ്സ് വന്നപ്പോഴാണ്. അത് വേറെന്തോ റീസൺ, അത് ആ റീസൺ ആണ് ഞാൻ ഇരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ റീസൺ എന്താന്ന് എനിക്ക് അറിയത്തില്ല. അതെന്താന്ന് പറ. പുറകെ കുത്തുന്നല്ലേ ഈ പറയുന്ന, നീ ചിരിക്കുന്നുണ്ടായിരുന്നു, കളിയാക്കുന്നുണ്ടായിരുന്നു. അത് വിട്. നീ ബാക്ക് സ്റ്റാബ് ചെയ്തു അല്ലെങ്കിൽ നീ എന്നെ കട്ടപ്പാന്ന് വിളിച്ചതിന്റെ റീസൺ എന്താണ്? ചതിച്ചു എന്നാണ് ബാക്ക് സ്റ്റാബിങ് വരുന്നത്. അതെനിക്ക് മനസ്സിലായി, അതിന്റെ പറഞ്ഞ് വൈൽഡ് കാർഡ്സ് വന്നപ്പോഴാണ് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചേ. അതെനിക്ക് പറയാൻ താല്പര്യമില്ല. അതാണ് അവക്ക് അറിയത്തില്ല, ഒക്കെ അറിയാം, പക്ഷെ അലിഗേഷൻ വിത്തൗട്ട് റീസൺ അത് പറയാൻ താല്പര്യം പറയണത്. അതാണ് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ളവരെന്താ വിചാരിക്കുന്നത്? ഇവള് ഓരോ സാധനം പറയുമ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ഞാൻ ഇവളെ ശരിക്കും കുത്തുന്നു, അല്ലെങ്കിൽ കാരണം ഞാൻ അത്രയും നിനക്കറിയാമല്ലോ ഞാൻ എന്തോരം വിഷമിച്ചെന്ന്. ഇവിടെ നടന്ന സാധനം ഇവിടെ തന്നെ പറഞ്ഞ് തീർക്കണം. അതെ, പറയാണ്ടിരുന്നാലായിരിക്കും ചിലപ്പോ പ്രശ്നം. വലിയ സംഭവം പിന്നെ പറയാൻ വെറുതെ തെറ്റിദ്ധരിക്കണ്ടല്ലോ ഇവിടെ. തെറ്റിദ്ധരിച്ചാലോ ആലോചിച്ച് നോക്കിയാ. അങ്ങനെ തെറ്റിദ്ധരിക്കാനായിട്ടൊന്നുമില്ല. എന്റെ പൊന്നെ, ശരിക്കും പറഞ്ഞൊന്നുമില്ലേ അപ്പൊ? അല്ല, അതാ റീസൺ പറ. നീ അത് നിസാര കാര്യമാണ്, അതങ്ങ് പറഞ്ഞേക്ക്. നമ്മളിനിപ്പോ വെറുതെ വലിയ വിഷയാന്ന് വിചാരിച്ചു. ക്ലാരിറ്റി കൊടുത്തോളൂ എനിക്ക്. അപ്പൊ നീ നിന്റെ ഉള്ളിലുണ്ടായിരുന്ന എന്നോടുള്ള സ്നേഹം അപ്പൊ നീ ചുമ്മാ നാടകമായിരുന്നോ, അഭിനയിക്കുമായിരുന്നോ നീ ഇത്രയും ദിവസം? അതിനുശേഷം ആ 35 ദിവസം നീ എന്റെ അടുത്ത് അഭിനയിക്കുമായിരുന്നു. അപ്പൊ അക്ബറിന്റെ ടീമിലോട്ട് പോയതിനു ശേഷമാണ് ഞാൻ നോക്കാൻ തുടങ്ങിയത്, നിന്നെ വാച്ച് ചെയ്യാൻ തുടങ്ങിയത്. ശരി, നോക്കാൻ ശരിക്കും നിന്റെ ഉണ്ടായ സ്നേഹം കുറച്ചായിട്ട് പോയി, ഉള്ളവരും പറയല്ല. അതെനിക്ക് അറിയേണ്ട കാര്യമില്ല. നീ ബാക്ക് സ്റ്റാബ് ചെയ്തതിന്റെ കാര്യം പറ, അതെന്താണ് റീസൺ എന്നുള്ള കാര്യം പറ. ഇവിടുന്ന് ഇറങ്ങിയിട്ടല്ല, എനിക്ക് ഇവിടുന്ന് തന്നെ ക്ലിയർ ചെയ്തിട്ട് വേണം പോവാനായിട്ട്. എനിക്ക് പുറത്ത് വേറെ ലൈഫ് ഉള്ളതാ. അതിന് മുന്നേ വരെ എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഞാനും നിന്റെ അടുത്ത് അതുപോലെ തന്നെ സ്നേഹമായിരുന്നു ഞാൻ, പക്ഷെ നിന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നിയില്ല. അനുവിന് പേടിയാണ് റീസൺ. നമ്മള് തമ്മിലുണ്ടെങ്കിൽ അത് തീർത്തിട്ട് പോന്നീ. എനിക്ക് സംസാരിക്കാൻ അവർക്ക് റീസൺ ഇല്ല പറയാൻ. നീ ഇവിടെ പല ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, മനസ്സിലായോ? നീ പല ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, ഞാനും അതിനകത്ത് ഉണ്ട്. എന്താണ് റീസൺ എന്നുള്ളത് നീ പറ. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ എന്താ പ്രശ്നം? ഇവിടെ ഉള്ള കാര്യം ഇവിടെ തന്നെ തീർക്ക്. ഞാൻ എന്തോരം വിഷമിച്ചെന്നറിയാവോ. ഇവള് വേറെ ആര് പറഞ്ഞാലും കുഴപ്പമില്ല, പുറത്തുനിന്ന് കണ്ടിട്ട് വന്ന ആൾക്കാർ പുറത്തുള്ള സാധനങ്ങൾ പറയുന്നു, അത് ഓക്കെ. അനു അതങ്ങ് പറഞ്ഞൂടെ എന്താന്ന് വെച്ചാല്. ഈ ബാക്ക് സ്റ്റാബ് അനു കേൾക്കുന്നുണ്ടോ? ഈ ബാക്ക് സ്റ്റാബിങ് ആരാ ചെയ്തെന്നറിയാവോ? നിന്റെ PR. അല്ലാതെ ഞാൻ നിന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല. എനിക്ക് നിന്നോട് ഇഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓരോരുത്തർ ഓരോ സാധനങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുമ്പോഴും എനിക്ക് അതിനെ പറ്റി പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വിടും. അനു, ഇവിടെ ഇതിന്റെ ഉള്ളിൽ നടന്ന കാര്യല്ലേ, വലിയ പുറത്തുള്ള വലിയ പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ. അപ്പൊ നീ അങ്ങ് പറഞ്ഞു എന്തൊക്കെ ചെറ്റത്തരം കാണിക്കാവോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. എത്ര മോശമാക്കാവോ അത്ര മോശമാക്കിയിട്ടുണ്ട്. അനു, അതങ്ങ് പറഞ്ഞേക്ക്. നിസ്സാര കാര്യമാണെങ്കിൽ. കാരണം എന്താ, ഇത് പുറത്ത് അതൊരു പ്രശ്നമാണ്. എന്റെ ഉള്ളിൽ നല്ല പ്രശ്നമുണ്ട്. ഇവിടെ വരുമ്പോ ഞാൻ സംസാരിക്കരുതെന്ന് വിചാരിച്ച കാര്യം, പക്ഷെ എന്റെ ഉള്ളിൽ എനിക്ക് ഇത് ഇവിടെ തീർത്തിട്ട് പോകണം. എനിക്ക് പുറത്ത് വേറെ ലൈഫ് ഉണ്ട്. അനു ഇവിടെ വാ. ഇത് നിസ്സാര കാര്യമാണെങ്കിൽ അങ്ങ് പറഞ്ഞോ, മോശമാണെങ്കിലും പറഞ്ഞോ. പക്ഷെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആൾക്കാർ ആയിരിക്കും ഇവിടെ വേറെ എന്തോ വലുത് ചെയ്തു എന്ന്. അനു
നമുക്കൊന്നുമില്ല പറയാം. കാര്യമാണോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? നിനക്കും അറിയാം, ജിസൈലിനും അറിയാന്നുള്ള കാര്യമാണ്. നീ മൊണ്ണാന്ന് പറഞ്ഞ വാക്ക് ഞാൻ കേട്ടിട്ടില്ല. ആ ഒരു സാധനം ഞാൻ ഒന്ന് തിരുത്താൻ വേണ്ടി പോയി ജിസൈലിന്റെ അടുത്ത്. പക്ഷെ ജിസൈലിന്റെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ പലതവണ പറഞ്ഞു, കിച്ചന്റെ അവിടെ നിന്നിട്ട് പറഞ്ഞു, പലതവണ പറഞ്ഞു, നിന്നെ പറ്റി ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അവളുടെ കൂടെ ഇരുന്നിട്ട് ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്, മോശം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മൊണ്ണാന്ന് പറഞ്ഞ ഒരു വാക്ക് മാത്രം ഞാൻ കേട്ടില്ല. ഈ ഒരു സാധനം മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ നിന്റെ PR എന്താ കാണിച്ചേ? ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ശൈത്യ കട്ടപ്പാന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പിൽ ഇട്ട് കൊടുത്ത്. അത് നിനക്കറിയാവോ? എന്റെ ഉള്ളിൽ എന്തോരം വിഷമമുണ്ടെന്ന് അറിയാവോ? എനിക്ക് വേണമെങ്കിൽ നിന്നെ പറ്റി എന്ത് ചട്ടത്തിന് വേണമെങ്കിലും പറയായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലും ഞാൻ വേണ്ടിയിട്ടില്ല. നീ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് പോലും എത്ര മോശമായിട്ടുള്ള കാര്യമാണെന്ന് അറിയാവോ? ഇവളെന്ത് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഫ്രണ്ട് ആണെങ്കിലും ഓക്കെ, അത് പറഞ്ഞ് സോൾവ് ആക്കാനാ നോക്കുന്നത്, അല്ലാതെ ഇങ്ങനെ പോയി ഇരിക്കാനല്ല നോക്കുന്നത്. അനു, ശൈത്യന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അതങ്ങ് പറഞ്ഞേക്ക് അല്ലേ? എന്നാ അവർക്ക് സേഫ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും സേഫ് ആവാം. പറഞ്ഞ അതവിടെ തീർന്നു. എന്തിനും പറയില്ലെങ്കിൽ മിണ്ടാതിരിക്കും തോറും ഓരോരുത്തരും എന്നെ ഇതാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അവരിങ്ങനെ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അനു, ഞാൻ കട്ടപ്പ, ഞാൻ വിഷം, ഞാൻ പാമ്പ്, എന്തൊക്കെ ഞാൻ കേൾക്കുന്നത് അറിയാവോ നിനക്ക്? നീ ഒറ്റൊരുത്തുകാരനെ എനിക്ക് എന്തോരം പ്രശ്നം അറിയാവോ? നിനക്ക് മനസ്സിലാവത്തില്ല. ഞാൻ എന്തോരം വിഷമം അനുഭവിക്കുന്നത് നിനക്ക് മനസ്സിലാവത്തില്ല. ഇത്രയും ദിവസം ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് നിന്റെ അടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ നീ അത് സംസാരിക്കുന്നില്ല. വീണ്ടും നീ ആൾക്കാരിലേക്ക് എന്നെ ഇട്ടു കൊടുത്തോണ്ടിരിക്കുക. അനു ഒന്ന് സംസാരിച്ച് തീർക്കാൻ പൊന്നനു. നീ അറ്റ്ലീസ്റ്റ് അടുത്തേക്കെങ്കിലും അവള് തൊണ്ട കീറിയിട്ട് ഇങ്ങനെ പറയുന്ന കേൾക്കുന്നില്ലേ? നീയാണ് ഇവിടെ ശരിക്കും ബാക്ക് സ്റ്റാബ് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ പോയ ആഴ്ച കഴിഞ്ഞപ്പോ തന്നെ നീ ഇവരെ ബാക്ക് സ്റ്റാബ് ചെയ്തില്ലേ? അത് ഞാൻ പറയുന്നുണ്ടോ? ഒരു റിയൽ ആയിട്ടുള്ള ഫ്രണ്ട് ആണെങ്കിൽ ഇങ്ങനെ കാണിക്കത്തില്ല. പുറത്തുനിന്ന് ആരോ വന്നിട്ട് എന്തോ പറഞ്ഞെന്നും പറഞ്ഞിട്ട് നീ ഇങ്ങനെയാണോ കാണിക്കണ്ടേ? അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും തീരാൻ പോവാ, ഫിനാലെ ആവാൻ പോവാ. ഇവിടെ തുടങ്ങിയ സാധനം ഇവിടെ തന്നെ തീർക്കാൻ നോക്ക്. ഇവളിപ്പോ എന്തൊക്കെ നാടകം കാണിച്ചോണ്ടിരിക്കുന്നത്? ആ പാവ അനുശേട്ടനെ, പുള്ളിക്കാരൻ നല്ലൊരു മനുഷ്യനായിരുന്നു, എനിക്ക് റെസ്പെക്ട് ഉണ്ടായിരുന്നു പുള്ളിക്കാരന്റെ അടുത്ത്. പക്ഷെ ഇവളിപ്പോ കൊണ്ടിരിക്കും അങ്ങേരെ. സീരിയസ് ആയിട്ട് പറയുക ചേച്ചി, ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇത്ര ഹൈ ലെവലിൽ നിന്ന ഒരാളാ. ആളുടെ ഇമോഷൻ വെച്ചിട്ട് ഇവള് കളിച്ചോണ്ടിരിക്കുന്നത്. അയ്യോ അതല്ലട ദൈവമേ. ഇവളെന്താ വിചാരിച്ചിരിക്കുന്നത്? എല്ലാവരും ഹ്യൂമൻ ക്യാമറ ആക്കാം, അല്ലെങ്കിൽ എല്ലാവരും ഇമോഷൻ വെച്ച് കളിക്കാന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അനു ഇവിടെ വാ. നീ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഇത് തന്നെയാ ഞാൻ പോകുന്ന വീക്കിലും കാണിച്ചോണ്ടിരുന്നേ. എന്നിട്ട് കൺഫെഷൻ റൂമിൽ പോയപ്പോ അവളെ കുറെ ന്യായീകരണം പറഞ്ഞു. എനിക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുന്നേ. അതൊന്ന് ക്ലിയർ ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അറിയാവോ, ഞാൻ ഇത്രയും ദിവസം ഞാൻ ഒന്നും ഉറങ്ങിയിട്ട് പോലില്ല. ഞാൻ അത്ര അനുഭവിച്ചോണ്ടിരിക്കും എന്റെ ഉള്ളില്. അനു ഒന്ന് ഇങ്ങോട്ട് വരുവോ? അത് സംസാരിക്കാൻ താല്പര്യമില്ല. ഞങ്ങൾ അങ്ങോട്ട് വരണോ? ഇങ്ങനെ പറയാതിരിക്കുന്നേ, എങ്ങനെ പറയാതിരിക്കും? ഈ ഒരു പ്രോഗ്രാം വന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേര് കേൾക്കേണ്ട ആരും ഇല്ല. ഞാൻ എല്ലാവരുടെ അടുത്തും നല്ല രീതിയിലാണ് നിന്നത്. പക്ഷെ ഇങ്ങനെ കേൾക്കേണ്ട കാര്യം എനിക്കില്ല. അത്ര ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തിട്ടോ, അത്ര ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ട് അറിയോ. പക്ഷെ അവളുടെ വായിന്ന് തന്നെ എന്നെ കട്ടപ്പോന്ന് വിളിച്ചപ്പോ എന്റെ ഉള്ളിലെ വേദന എന്താ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരേ ഒരു ഇരിപ്പ് ഇരിക്കുമ്പോണ്ടാണ്ട് വീണ്ടും ഒന്നും പറയാണ്ട് എനിക്ക് പറയാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയില്ല. അപ്പൊ അത് കട്ടപ്പാന്ന് വിളിക്കാൻ പറഞ്ഞൊന്നുമല്ലാതെ, പക്ഷെ റീസണോട് പറയാൻ താല്പര്യമില്ല. അപ്പൊ അതെന്തും വലിയ രീതിയിൽ ആൾക്കാർ വിചാരിക്കില്ല എന്തോ പറഞ്ഞെന്ന്. എന്നിട്ട് ഇത് ചോദിച്ചത് എന്നോട് ഇടപെടണ്ടാവും. എങ്ങനെയാണ് പറയാതിരിക്കുന്നത്? ഫീൽ ചെയ്താൽ എത്ര ദിവസമായിട്ട് ഞങ്ങൾക്ക് ഉറങ്ങിയിട്ട് പോലും ഇല്ല. എനിക്കിങ്ങനെ കണ്ടിക്കണ്ടവരുടെ പേര് ഇട്ട് തന്നിരിക്കുന്നത് അതെനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. ബാക്ക് സ്റ്റാബ് ചെയ്യാനാണ് ഇതിന്റെ ഫസ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും കാണിച്ചു
ഇല്ല 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 എന്റെ പൊന്നെ അത് വേറൊന്ന് ഇല്ല വന്നിട്ടില്ല ഇല്ലടാ ഇല്ല വേറെ വന്നിട്ടില്ല. ഇല്ല അതെന്തിനാ ആ ഒരു ഷോ പന്നിയുടെ അനുവിന്റെ PR സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും, അതിന്റെ ഷോയാ. ഇപ്പൊ മനസ്സിലായില്ല അവളുടെ ഫ്രണ്ട്ഷിപ്പ് ജെനുവിൻ ആണോ അല്ലയോ? നിങ്ങളോട് കാണിക്കുന്ന പോലെ ഫേക്കാ, അതാദ്യം മനസ്സിലാക്ക്. സംസാരിക്കാൻ താല്പര്യമില്ല അതിനെ പറ്റി. കഴിഞ്ഞ കാര്യങ്ങൾ എത്ര ദിവസമായതൊക്കെ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് തന്നെ പറയണേ. അങ്ങനെ പറയത്തൊക്കെ വലിയ സംഭവമൊന്നുമില്ല. അത് കഴിഞ്ഞ കാര്യം എനിക്ക് ഇനി എടുത്തിട്ട് അത് നിസ്സാര കാര്യമാണെങ്കിൽ നിനക്ക് പറഞ്ഞത് വലിയ കാര്യം. അവളെ വിചാരം വലിയ എന്തോ കാര്യം ഉണ്ടെന്നല്ലേ ആൾക്കാർ വിചാരം. പറഞ്ഞല്ലോ ഒന്നുമില്ലാന്ന്. കെട്ടിപ്പിടിച്ച് ഒക്കെ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിനുള്ളിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നിപ്പോ ഇവിടെ വരാൻ റീസൺ പോലും അവളുടെ അടുത്ത് അത് പറഞ്ഞ് സോൾവ് ചെയ്യാൻ വേണ്ടിട്ടാ. പക്ഷെ അവൾ അത് മിണ്ടുന്നില്ല. അവള് പിന്നെ ആൾക്കാരിലേക്ക് ഇതാക്കിക്കൊണ്ടിരിക്കുമല്ലേ. ആ മാറ്റർ പണ്ടത്തെ മാറ്റർ ഇവിടെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പുറത്തല്ല. ഇവിടുത്തെ മാറ്റർ നമ്മൾ സംസാരിക്കണമെങ്കിൽ ബാക്ക് സ്റ്റാബിങ് ആണെന്ന് എനിക്ക് തോന്നിയത്. അതിനെ പറ്റിയിട്ട് സംസാരിച്ചു വന്നതാ. പക്ഷെ അവൾക്ക് ഇവിടെ ഇരിക്കുവായിരുന്നോ? ഇവിടെ ഇരിക്കുവായിരുന്നു. അത് പറഞ്ഞത് അവള് പുറത്തുനിന്ന് വന്നപ്പോൾ ആൾക്കാർ കേട്ടിട്ടുണ്ട് ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ ഇവള് ശരത്തേട്ടന്റെയും അക്ബർക്കാരുടെയും അടുത്ത് വരുന്ന സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ്. പിന്നെ 2 ഇപ്പൊ അതിന്റെ ഇടയിൽ ആ ഒരു പാവം എടുത്തിടേണ്ട ആവശ്യമില്ല. അത് ജീവിച്ചു പോകുന്ന ഒരാളാണ്, കല്യാണമൊക്കെ ആയി ഉറപ്പിച്ച്. അയാളുടെ പേര് ഇത്രയും ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അയാളുടെ പേര് എടുത്തിട്ട് ശരിയല്ല. അയാൾ ഞാനും പ്രോഗ്രാമിൽ എങ്ങനെയായിരുന്നു എനിക്കും പുള്ളിക്കാരനും അറിയാം. മനസ്സിലായില്ലേ? ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ടായിരുന്നു ഞാനും പുള്ളി. അതിന്റെ പേരിൽ ഞാനും പുള്ളിയും കുറേ അനുഭവിച്ചിട്ടുണ്ട്. പുറത്ത് കാണുമ്പോൾ ആ കോംബോ ശരിക്കും റിയലാണെന്ന് തോന്നിയിട്ടുണ്ട്. അതെടുത്ത് ഇവിടെ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ അനീഷേട്ടന് എൻ്റെ ഒരു ഇഷ്ടം തോന്നുന്നത് അത് വലിയ തെറ്റായിട്ടുള്ള കാര്യമല്ല. തിരിച്ചു പറയണം വേണ്ടതെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. അതും എടുത്തിടേണ്ട ആവശ്യമില്ല. സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കാൻ പറയണം. നിനക്കതങ്ങ് ക്ലിയർ ചെയ്ത് പറഞ്ഞിട്ട് ആവശ്യമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് എന്താന്ന് പുറത്ത് അത് ഇനി പറയാൻ എനിക്ക് താല്പര്യമില്ല. അത് ഇനി സംസാരിക്കാൻ താല്പര്യമില്ല. താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അവൾ അത് അനുഭവിക്കുന്നത് എന്തനുഭവിക്കാൻ? ചിലപ്പോൾ അവളോട് തെറ്റും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ അവളത് പിന്നെ അനുഭവിക്കുന്നത്? അവൾ തെറ്റും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ അവൾ കിടന്ന് കരയുന്നത്? അല്ല, അപ്പൊ നിനക്ക് പറഞ്ഞൂടെ അങ്ങനത്തെ ഒരു കാര്യമില്ല, നിസ്സാരപ്പെട്ട കാര്യമാണെന്ന് എന്തെങ്കിലും ഒന്നും പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അത് വിശ്വസിക്കില്ലേ? ഇവളെന്തോ ആൾക്കാരുടെ ചിലവിലാണോ അവൾ കഴിയുന്നത്? അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. നമുക്കൊരു കുറച്ച് അവളെന്തിനാ പേടിക്കുന്നത്? എന്തിനാ? നമുക്കൊരു ഉറ്റ സുഹൃത്ത് പറയുമ്പോൾ ഒറ്റ സുഹൃത്തല്ല, അതൊക്കെ മാറി. എനിക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ലൊരു ബെസ്റ്റ് കൂട്ടുകാരിയായിട്ട് തോന്നിയതാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂടെ അടുത്ത് പിടിച്ച് ആ വീട്ടിൽ ഞാൻ കിടത്തിയതും നമ്മൾ സംസാരിക്കുന്നതെല്ലാം. അത് കഴിഞ്ഞൊരു നിമിഷം നോക്കുമ്പോൾ ആ ജയിലിൽ പോകുന്നതും അതിനുശേഷം അവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. എനിക്ക് ആൾക്കാരെ പെട്ടെന്ന് വീക്ഷിക്കാൻ പറ്റും. പെട്ടെന്ന് എനിക്ക് സ്വഭാവം മാറുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ അവൾ തെറ്റും ചെയ്തിട്ടുണ്ടായിരിക്കില്ല, ശരിയായിരിക്കും, എൻ്റെ തോന്നലായിരിക്കാം. എല്ലാം എൻ്റെ തോന്നലായിരിക്കാം. താല്പര്യമില്ല. എന്തിനാ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് കുറച്ച് ദിവസം കൂടി ഒരു സന്തോഷത്തോടെ ഇരിക്കണം ചേച്ചി. എനിക്ക് തിരിച്ചെനിക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടൊന്നുമില്ല. എനിക്ക് വയ്യ കേട്ടോണ്ട്. നമ്മൾ 2 കൈ കൊണ്ട് കൂട്ടിയടിച്ച ശബ്ദം ഉണ്ടോയെന്ന് പറയത്തില്ലേ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അവൾ സംസാരിക്കട്ടെ, അവൾക്ക് പറയാനുള്ളതൊക്കെ എന്ത് വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞോട്ടെ. നമ്മൾ തിരിച്ച് സംസാരിക്കാതിരുന്നാൽ മതി. എനിക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് എനിക്കൊരു 100 ദിവസം എനിക്ക് തികച്ച് ഇവിടെ നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്നിട്ട് എനിക്ക് കിട്ടുന്നതും കൊണ്ട് ഞാൻ പോകും എൻ്റെ വീട്ടിൽ. സത്യം ചെന്നുകൊണ്ട് എനിക്ക് സർജറി ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ആൾക്കാർ എന്തും പറയട്ടെ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയ ആൾക്കാരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിൽ എനിക്കൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിക്കും.